നമ്മളിത് ആദ്യം കണ്ട വീഡിയോയുടെ ബാക്കിയാണ്. നമ്മൾ നേരത്തെ കണ്ട വഴിയിൽ കൂടി തന്നെയാണ് ജെറുസലേം പള്ളിയിലേക്ക് വരുന്നത്. പള്ളിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പള്ളിയിൽ കയറി പള്ളിയിലേക്ക് കയറുമ്പം തന്നെ ഒരു വലിയൊരു കല്ല് നീളത്തിൽ ഉണ്ടാവും. അവിടെയാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരം കുരിശിൽ നിന്ന് കിടത്തി അവിടെ കൊണ്ട് കിടത്തിയത്. ആ കല്ല് നമുക്ക് മുട്ടുകുത്തി നമ്മൾ കുറേ പ്രാർത്ഥിച്ചു. ഇത് പള്ളിയുടെ അകത്തുള്ള ഓരോ കാഴ്ചകളാണ്. നമ്മളിനി അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവിടെയാണ് കാൽവരി ഉള്ളത്. യേശുവിനെ ക്രൂസിഫൈ ചെയ്ത സ്ഥലമാണിത്. ഇവിടെയൊക്കെ നവീകരിച്ചതാണ്. അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരാൾക്ക് മാത്രം അകത്തേക്കൂടെ കയറാവുന്നതാണ്. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. അവിടെ നമുക്ക് നേർച്ച കൊണ്ട് നേർച്ചയിടാം. അവിടെ തന്നെ ആണെങ്കിൽ തിരി ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ പോയി ക്യാൻഡിൽ കത്തിക്കാവുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു. നല്ലപോലെ നല്ലൊരു ഫീലായിരുന്നു. നമുക്കിനി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങിപ്പോകണം. നമുക്കിനി യേശുവിൻ്റെ കല്ലറയിലേക്ക് പോകണം. കല്ലറയുടെ വാതിൽക്ക് ഒരു പള്ളിയും കൊണ്ടുണ്ട്. ഇവിടെ പാത്രീർക്കീസ്മാർ അച്ഛന്മാരാണ് കൂടുതലും ഉള്ളത്. ഇവിടെ പാത്രീർക്കീസിൻ്റെ അണ്ടറിലാണ് ജെറുസലേം പള്ളിയുള്ളത്. ഇത് പള്ളിക്കകത്തുള്ള കാഴ്ചയാണ്. കല്ലറയുടെ മുന്നിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കകത്തെ കാഴ്ചകളാണിത്. ഇത് മകുടമാണ്. പള്ളിക്കകത്തുള്ള മകുടം. അത് ഇതാണ് കല്ലറ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ടൂറിസ്റ്റുകാരും അല്ലാത്തവരും ഒത്തിരി ഉണ്ടായിരുന്നു. നല്ലൊരു ക്യൂ ആണ് നമുക്ക് കല്ലറയിലേക്ക് കയറാൻ വേണ്ടി. നമ്മൾ ഏകദേശം 1 hour എടുത്തു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത് കുറച്ച് ആൾക്കാർ ഇവർ കയറ്റി വിടത്തുള്ളൂ. കാരണം ഒരു ചെറിയൊരു സ്ഥലമാണ് കല്ലറയിലേക്ക് പോകാനുള്ള. നമ്മൾ കല്ലറയുടെ വാതുക്കലെത്തി. നമ്മൾ അളിഞ്ഞടുത്ത് കയറാൻ പോകുന്നു. കല്ലറയ്ക്കകമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം നല്ലപോലെ. യേശുവിൻ്റെ കല്ലറ കണ്ട ശേഷം ഞങ്ങൾ വെസ്റ്റേൺ വാളിലേക്കാണ് പോയത്. ഇതാണ് വെസ്റ്റേൺ വാള്. ദൈവത്തോട് ഒത്തിരി നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കാൽവരിയും കല്ലറയൊക്കെ കാണാൻ പറ്റും. ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.